നിങ്ങൾ വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെ കണ്ടിട്ടുണ്ടാവും. അവർ സക്സസ് ആവുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അവർ ഫോളോ ചെയ്യുന്ന റൂട്ടീൻസും മോർണിംഗ് ഹാബിറ്റ്സൊക്കെയാണ്. അതുകൊണ്ടാണ് അവർ ജീവിതത്തിൽ വിജയിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു വീഡിയോ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ ഫോളോ ചെയ്യുന്ന മോർണിംഗ് ഹാബിറ്റ്സിനെ പറ്റിയാണ്. ഒന്നാമതായിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അവരുടെ ബ്ലെസ്സിങ്സും അതുപോലെ തന്നെ അവരെത്രമാത്രം ഗ്രേറ്റ്ഫുൾ ആണ് എന്ന് അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ എഴുന്നേൽക്കുന്ന ഒരു വ്യക്തിയുമായിരിക്കും. അതുകൊണ്ട് ഇവർക്ക് അലാറത്തിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. കാരണം തലേന്ന് തന്നെ എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. നാളെ എത്ര മണിക്കാണ് എഴുന്നേൽക്കേണ്ടതെന്ന് അവർക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. ആ ഒരു കാര്യം അവർ റിപ്പീറ്റായിട്ട് മൈൻഡിൽ ചിന്തിച്ചതിന് ശേഷമായിരിക്കും ബെഡിലേക്ക് പോവുക. നിങ്ങൾ ആപ്പിളിൻ്റെ സിഇഒനെ പറ്റി കേട്ടിട്ടുണ്ടാവും. ടിം കുക്ക് ചെയ്യുന്ന ഒരു കാര്യം അതിരാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ഇമെയിൽസിനെല്ലാം കൃത്യമായിട്ട് റിപ്ലൈ കൊടുക്കും. അദ്ദേഹത്തിൻ്റെ ഒരു ഹാബിറ്റാണിത്. നിങ്ങൾക്ക് അതിരാവിലെ തന്നെ എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ഇതാണ്: വൈ മൈറ്റ് യു വാണ്ട് ടു വേക്ക് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്? എന്തുകൊണ്ട് നിങ്ങൾ അതിരാവിലെ എഴുന്നേൽക്കാൻ ആഗ്രഹിക്കുന്നു എന്നതിന് ഉത്തരം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും അതിരാവിലെ എഴുന്നേൽക്കാൻ സാധിക്കും. രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് മേക്ക് യുവർ ഡു ലിസ്റ്റ്. നിങ്ങൾ നാളത്തെ ദിവസം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്ത് ആ ഒരു കാര്യം കൃത്യമായിട്ട് റൈറ്റ് ചെയ്ത് ഉണ്ടാക്കി വെക്കുക. ഇത് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു കാര്യം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ സ്റ്റീവ് ജോബ്സ് എല്ലാം ചെയ്യുന്ന ഒരു കാര്യമാണ്, എല്ലാ ദിവസവും സ്വയം ചോദിക്കുന്ന ഒരു കാര്യമാണ്: ഇന്നത്തെ ദിവസം ഞാൻ എന്ത് ചെയ്തു? ഷെഡ്യൂൾ ചെയ്തുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തീർത്തിട്ടുണ്ടായിരുന്നോ ഇല്ലയോ എന്ന് വിശകലനം ചെയ്യും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ ചെയ്തു തീർക്കാൻ പറ്റിയോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു കാര്യത്തിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരാനും സാധിക്കുന്നതാണ്. മൂന്നാമതായിട്ട് എക്സസൈസ് എവരിഡേ. ഉയർന്ന പ്രവർത്തനക്ഷമതയുള്ള ശരീരം വേണമെന്ന് വിജയിച്ച ആളുകൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ എക്സസൈസിന് കൂടുതൽ സമയം ഫോക്കസ് ചെയ്യുന്നതും. എക്സസൈസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ശരീരം അനങ്ങുന്ന വിധത്തിലുള്ള എന്തെങ്കിലും വ്യായാമങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ എത്ര പണം സമ്പാദിച്ചാലും നിങ്ങൾ രോഗാവസ്ഥയിലാണ് എങ്കിൽ ആ പണമൊന്നും ഉപകരിക്കില്ല. അതുകൊണ്ട് തന്നെ ആരോഗ്യത്തിന് പ്രഥമ പരിഗണന കൊടുക്കുക. വ്യായാമം ചെയ്യുന്നതിലൂടെ സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്ന എൻഡോർഫിനുകൾ പുറത്തുവിടുന്നുവെന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ എക്സസൈസിന് പുറമെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമായിരിക്കും പ്രഭാത ഭക്ഷണം. നിങ്ങൾ കഴിക്കുന്ന ഫുഡ് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നാലാമതായിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് വായന. അവരെപ്പോഴും ബുക്സ് വായിക്കാൻ തയ്യാറാണ്. കാരണം അവർക്ക് പുതിയ കാര്യങ്ങളെക്കുറിച്ച് അറിയണം. എന്നാൽ മാത്രമാണ് നിലനിൽപ്പുള്ളൂ എന്ന് അവർക്കറിയാം. ഓരോ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കുകയും ഓരോ പുതിയ ചലഞ്ചസിന് വെല്ലുവിളികൾ വരുന്ന സമയത്ത് എങ്ങനെ അതിൽ നിന്ന് ഓവർകം ചെയ്യണം എന്നൊക്കെ വായനയിലൂടെ സഹായിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വായന തുടങ്ങാൻ തയ്യാറാവുക. നിങ്ങൾക്ക് ബുക്ക് വായിക്കാനൊന്നും ടൈം കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് പോഡ്കാസ്റ്റ് കേൾക്കാവുന്നതാണ്. അല്ലെങ്കിൽ കുക്കു എഫ് എം ഉണ്ട്. കുക്കു എഫ് എമ്മിൽ ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ 7 ദിവസം നിങ്ങൾക്ക് പ്രീമിയം അൺലോക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് കുക്കു എഫ് എം ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അഞ്ചാമതായിട്ട് ഡ്രിങ്ക് മോർ വാട്ടർ. അതായത് നമ്മുടെ ഡൈജഷൻ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നതിന് വേണ്ടിയിട്ട് വെള്ളം കൂടുതലായിട്ട് വേണം. ആ ഒരു സമയത്ത് ടീയോ കോഫിയോ ഒക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രവർത്തനങ്ങളെ നല്ല രീതിയിൽ മുന്നോട്ട് പോവില്ല. അതുകൊണ്ട് നിങ്ങൾ എഴുന്നേറ്റ് വന്ന ഉടനെ തന്നെ 1-2 ഗ്ലാസ് വെള്ളം കുടിക്കുക. ആ ഒരു സമയത്ത് നിങ്ങളുടെ ഡൈജഷൻ പ്രക്രിയ നല്ല രീതിയിൽ പോകുന്നതാണ്. നിങ്ങൾക്ക് ഒരു 2 മണിക്കൂറിന് ശേഷമൊക്കെ വേണമെങ്കിൽ ടീയോ കോഫിയോ ഒക്കെ എടുക്കാവുന്നതാണ്. സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ ഫോളോ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് അവരെന്നും മിററിൻ്റെ മുന്നിൽ പോയി നിന്നിട്ട് അവരെ മൊത്തത്തിൽ വിലയിരുത്തും. അവരുടെ പോസിറ്റീവായിട്ടുള്ള സൈഡുകളും ഉണ്ടാവും, നെഗറ്റീവായിട്ടുള്ള സൈഡും ഉണ്ടാവും. അതുപോലെ തന്നെ സ്ട്രെങ്തൻ ആയിട്ടുള്ള ഏരിയാസും ഉണ്ടാവും, വീക്ക്നെസ് ആയിട്ടുള്ള ഏരിയാസും ഉണ്ടാവും. അതുകൊണ്ട് അവർ മൊത്തത്തിൽ വിലയിരുത്തിയതിന് ശേഷം വീക്ക്നെസ് ആയിട്ടുള്ള ഏരിയാസിൽ കൂടുതൽ ഫോക്കസ് ചെയ്യും. അവരെ കൂടുതൽ ആ ഒരു ഏരിയയിൽ എങ്ങനെ കുറച്ചും കൂടെ ബെറ്റർ ആക്കാം എന്ന് ചിന്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അവരുടെ പ്രോബ്ലംസ് എല്ലാം ഒഴിവാകുന്നതിന് കാരണവും ഈ വീക്ക്നെസ് ആയിട്ടുള്ള ഏരിയാസിലായിരിക്കും കൂടുതലായിട്ടും ഇവർക്ക് പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർ കൂടുതലും കോൺഫിഡൻസ് കൂടുന്ന മേഖലകളിൽ മാത്രമല്ല ഫോക്കസ് ചെയ്യുക. അവരെ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് അവരുടെ സ്വഭാവ രീതികളിൽ, അവരുടെ ബിലീവ്സിൽ, എല്ലാ കാര്യങ്ങളിലും അവർ മാറ്റം വരുത്താൻ സദാ തയ്യാറായിട്ടുണ്ടാവും. അതുകൊണ്ട് തിങ്ക് അബൌട്ട് ഇറ്റ്. നിങ്ങൾ അതിരാവിലെ എഴുന്നേൽക്കണോ വേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഡിസൈഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.